തന്ത്രപ്രധാന ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഹണി ട്രാപ്പ് വ്യാപകമാക്കി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി. മുംബൈയിലെ മഡ്ഗാവ് ഡോക്യാർഡിലെ ജീവനക്കാരനാണ് അറസ്റ്റിലായത്. മുങ്ങിക്കപ്പലുകൾ അടക്കം നിർമ്മിക്കുന്ന ഇടങ്ങളിലെ ചിത്രങ്ങളാണ് ഇയാൾ ചോർത്തിയത്. DRDOയിലെ ഉന്നത ശാസ്ത്രജ്ഞനുൾപ്പെടെ നേരത്തെ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ഹണി ട്രാപ്പിന്റെ വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സമീപകാലത്ത് നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാന ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹണി ട്രാപ്പ് ശ്രമങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഇരയാണ് കഴിഞ്ഞ ദിവസം മസ്ഗാവ് ഡോക്യാർഡിൽ നിന്ന് മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്ത കൽപേഷ് ബൈക്കർ എന്നയാൾ. 31 വയസ്സാണ്. അവിടുത്തെ ഒരു ഫാബ്രിക്കേറ്ററായി ജോലി ചെയ്യുകയാണ്. നമുക്കറിയാം, മസ്ഗാവ് ഡോക്യാർഡ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാവിക താവളമാണ്. അവിടെയാണ് ഈ സബ്മറൈൻസ്, മുങ്ങിക്കപ്പലുകൾ, നമ്മുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ, ഇതിൻ്റെ പലതിൻ്റെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും ഒക്കെ നടക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ആളെ ലക്ഷ്യമിട്ടുകൊണ്ട് സമൂഹ മാധ്യമം വഴി ഈ പാക് രഹസ്യാന്വേഷണ ഏജൻസി നിയോഗിച്ച സ്ത്രീ ഇയാളുമായി ബന്ധപ്പെട്ട് മാസങ്ങൾ നീണ്ട ബന്ധത്തിനൊടുവിൽ പിന്നീട് അവർ പറയുന്നതൊക്കെ ഇയാൾ അനുസരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പലയിടങ്ങളിലെയും ചിത്രങ്ങൾ ഇയാൾ അയച്ചു നൽകി എന്നതാണ് ATS കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം, ഈ ഡിസംബറിൽ, ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇത് രണ്ടാമത്തെ ആളാണ് ഇവിടെ സമാന രീതിയിൽ കേസിൽ അകപ്പെടുന്നത് എന്നതാണ്. ഗൗരവ് പാട്ടീൽ എന്ന 21 വയസ്സുള്ള ഒരു യുവാവ് അവിടെ ജോലി ചെയ്യുന്നയാളാണ്. ഇയാളും ഇതേ തരത്തിൽ തന്നെ ഹണി ട്രാപ്പിന് വിധേയനായി വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട്. അങ്ങനെ സമീപകാലത്ത് ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നത് ഗൗരവകരമാണ്. കഴിഞ്ഞ വർഷമാണ് പൂനെയിലെ DRDO ഒരു ആസ്ഥാനത്ത് വെച്ച് അവിടുത്തെ ഏറ്റവും ഉന്നതനായ പ്രദീപ് കുരുൽക്കർ എന്നുള്ള ശാസ്ത്രജ്ഞൻ വലിയ വിവരങ്ങളൊക്കെ തന്നെ ചോർത്തി നൽകി എന്ന് കണ്ടെത്തുകയും അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. അദ്ദേഹം ചോർത്തി നൽകിയ വിവരങ്ങൾ എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ചുള്ള അപഗ്രഥനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.